ഇതിൻ്റെ വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുകയാണ്. മേഘ്ന, എവിടെയൊക്കെയാണ് തെളിവെടുപ്പ് നടത്തിയത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് നഗരമധ്യത്തെ കൊച്ചിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ബലാത്സംഗ വാർത്ത പുറത്തു വരുന്നത്. മധ്യവയസ്കയായ സ്ത്രീയെ ഇവിടെ റെയിൽവേ ട്രാക്കിനടുത്ത് ബലാത്സംഗം ചെയ്തതിനു ശേഷം ഉപേക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പ്രതിയായ അസം സ്വദേശിയായ ഫിർദോസ് അലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശേഷം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലടക്കം പ്രതിയെ ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരുന്നു. തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് 4 മണിയോടുകൂടി പ്രതിയെ ഫിർദോസ് അലിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സംഭവങ്ങൾക്ക് തുടക്കമെന്ന് പറയുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഈ അതിജീവത പീഡനത്തിനിരയായ യുവതി നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിലെ ജീവനക്കാരിയാണ്. ആ സ്ത്രീ അവിടെ ഒരു കോൺട്രാക്ട് ഏറ്റെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ട്, അതായത് യുവതിയെ മറ്റൊരാളുടെ പേരിൽ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് യുവതിയെ പ്രലോഭിപ്പിക്കുന്നത്. മാത്രമല്ല, യുവതി സാമ്പത്തിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ യുവതിക്ക് പണം വാഗ്ദാനം ചെയ്യുന്നു. യുവതിയെ മെട്രോ സ്റ്റേഷനിൽ കയറ്റിവിടാമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ ഫിർദോസ് അലി യുവതിയുമായി പരിചയപ്പെടുന്നത്. ശേഷം മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് യുവതിയെ അതിജീവതയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഇവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുല്ലേപ്പടി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് കമ്മട്ടിപ്പാലം ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു റെയിൽവേ ട്രാക്ക് സ്ഥിതി ചെയ്യുന്നത്. അതായത് നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകൾ കൂടിച്ചേരുന്ന ഭാഗമാണ്. ഇതൊരു നഗരമധ്യം തന്നെയാണ്, നഗരപ്രദേശം തന്നെയാണ്. പക്ഷേ ഇവിടെ വൈകിട്ടോടുകൂടിയായിരുന്നു സംഭവം. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ അധികം ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഇവിടെ യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം പരിക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ യുവതിയുടെ നിലവിളി കേട്ടിട്ടാണ് ഇവിടെ നാട്ടുകാരടക്കം കുറച്ച് കുട്ടികളും അയൽവാസികളായ സ്ത്രീകളുമാണ് ഈ ഒരു യുവതിയെ റെയിൽവേ ട്രാക്കിന് അടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ശേഷം അവരാണ് കസബ പോലീസും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പോലീസിനെ അടക്കം വിവരം അറിയിക്കുന്നത്. അതിനുശേഷം ഈ പ്രതി, അതായത് ഈ കമ്മട്ടിപ്പാലം ട്രയാങ്കിളിനടുത്ത് ഒരു കടയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു CCTV ക്യാമറയുണ്ട്. ഈ ക്യാമറയിലൂടെയാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്, അയൽവാസികളടക്കം പറയുന്നത്, ഈ റെയിൽവേ ട്രാക്കിൽ യുവതി സ്വകാര്യ ഭാഗങ്ങളിലടക്കം പരിക്കേറ്റിട്ട് ഇവിടെ കിടക്കുമ്പോൾ യുവതിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അന്നേരം യുവതി പറഞ്ഞത് ഒരാളായിരുന്നില്ല, 2 ഹിന്ദിക്കാർ തന്നെ ആക്രമിച്ചു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഫിർദോസ് അലി എന്ന് പറയുന്ന ഒരു അസം സ്വദേശി മാത്രമാണ്. ഈ ഫിർദോസ് അലി ഇവിടെ റെയിൽവേ കോളനിയിൽ 10 മാസമായിട്ട് താമസക്കാരനാണ്. മാത്രമല്ല, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളുമുണ്ട്. എന്നാൽ യുവതി ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അജിംഷാദ്. ശരി മേഘ്ന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ 59-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ അസം സ്വദേശിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇനി ഈ പിടിയിലായ അസം സ്വദേശി മാത്രമല്ല, അതിജീവതയുടെ മൊഴികൾ പ്രകാരം ഇനിയും പീഡനം നടത്തിയവരുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. അന്വേഷണ സംഘം അതുകൂടി അന്വേഷിച്ച് വരികയാണ്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളും ആണ് ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന നൽകിയത്.